ഹലോ ഗൈസ്, ഇത് കണ്ടോ എൻ്റെ മോള് നല്ല ഒരു പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ബ്രെഡ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യുന്നതെന്നല്ലേ? മോള് ചെയ്യുന്നത് വേറൊന്നുമല്ല, മോനും ഇഷ്ടപ്പെട്ട ഒരു സാധനമായ ഗുലാബ് ജാമുൻ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കൊണ്ടേ പറയണ്. ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അതുണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് 4 സൈഡും സ്ലൈസ് ചെയ്തിട്ട് അതിന് കട്ട് ചെയ്ത് ഇതിനകത്തിടും. എന്നിട്ട് അതിനകത്ത് ഇച്ചിരി പാൽപ്പൊടിയും കുറച്ച് പാലും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ആ പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി പാൽ ഒഴിക്കുകയാണ്. പാൽ കണ്ടേ ലേശം ഒഴിച്ചാൽ മതിയേ, നമ്മൾ മിൽമ പാൽ. ഓക്കെ, മതി. ഇനി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ടുപേരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്, എപ്പം ഇത് തയ്യാറായി കിട്ടും, എപ്പം കഴിക്കാം എന്നുള്ള ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ കുഴച്ച് വെച്ച ആ ബ്രെഡും പാലും പാൽപ്പൊടിയും തമ്മിലുള്ള ആ ഒരു ബാറ്റർ നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ചെറിയ ബോൾസാക്കി മാറ്റാം. നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് ചെറിയ ബോൾസാക്കി എടുക്കാം. കടി ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, ഒന്നും കുഴപ്പമില്ല. അത് എന്താ പറയുക, നമുക്ക് നമ്മുടെ അമ്മമാരെ ഒരു സന്തോഷം എന്ന് നമുക്ക് നമ്മുടെ മക്കൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ ഒരു വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബോൾസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. നോക്കിയിരിക്കുകയാണ് എപ്പോൾ ആവും അല്ലേ? അതെ, ശരി. അപ്പോൾ നമുക്ക് ബാക്കി ബോൾസാക്കിയിട്ട് വരാം. ആത്മാക്കൊക്കെ കൊടുക്കാൻ അറിയില്ല, അതേപോലെ ഒരു ദിവസം ഒരുപാട് നിങ്ങളല്ലോ ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പിൽ വയ്ക്കാം. എന്നിട്ട് നമുക്കൊന്ന് കടച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കണക്കിന് നമ്മൾ ഇത് ഓയിൽ വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ എടുത്തിങ്ങനെ ഗോൾഡ് വിനറാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഫ്രൈ ചെയ്യാനൊക്കെ ഇതൊക്കെ മതി എന്നുള്ളത് നമുക്ക് അറിയാം. എനിക്ക് പോലും വെളിച്ചെണ്ണ ഈ കാര്യം നല്ല റേറ്റ് ഇങ്ങനെ കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് പറ്റിയ ഗോൾഡ് വിനർ ഇതാകുമ്പോൾ നമുക്ക് 90 രൂപ കിട്ടും. കണ്ടില്ലേ, നമുക്ക് ഈ എണ്ണ ചൂടാവുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് സിറപ്പ് ഉണ്ടാക്കി വെക്കാം. അതിന് വേണ്ടി പാൻ ഇറക്കി വയ്ക്കുക. നമുക്ക് അത് ഷുഗറാണ്. ഷുഗർ നമുക്ക് ഇവിടെ തട്ടിക്കൊടുക്കാം. ഇവർക്ക് ഒരുപാട് മധുരം വേണമെന്നാണ് പറഞ്ഞത്. ഒരുപാട് മധുരം അത്ത് പിടിക്കും, കേൾക്കത്തില്ലല്ലോ. നമുക്ക് ഇത്രയും മതി. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാം. പിന്നെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അവിടെ കിടന്നത് മെൽറ്റ് ആവണം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സൈഡിൽ നമുക്കിനി ഈ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല രസമുണ്ട്. ഇത് നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ കണ്ടിട്ട് ബ്രൗൺ കളർ. ഒരു ഇത് ബ്രെഡാണ്, നമ്മൾ ബ്രെഡിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ അത് പെട്ടെന്നൊന്നാവും. ചെറിയ തീയിട്ട് കൊടുത്താൽ മതി. ചെറിയ തീരാകുമ്പോഴേ നന്നായിട്ടായിക്കോളും. ഓക്കെ, അതാവട്ടെ. സിറപ്പ് തിളച്ച് തുടങ്ങി നമുക്കിതിൽ ഫ്ലേവറിനായിട്ട് നമുക്ക് ഇച്ചിരി ഏലക്ക ഇട്ട് കൊടുക്കാം. ആ ഒരു ഫ്ലേവർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബോൾസ് ഒക്കെ ആയി, കണ്ട ഒരു നല്ല ബ്രൗൺ ഷെയ്ഡായി. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. നമുക്ക് തന്നെ കോരിയിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പിലോട്ട്. ഓക്കെ, അപ്പം ഷുഗർ സിറപ്പിൽ ഇങ്ങനെ കിടക്കട്ടെ. അതായത് നന്നായിട്ട് ഇതിലെ ഷുഗർ നന്നായിട്ട് ഈ ബോൾസിലോട്ട് അങ്ങ് കയറണം. ഇതിലെ ഗുലാബ് ജാമുൻ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടോളൂ. നമ്മൾ ഈ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് വെച്ചിരിക്കാം. എല്ലാം ആയിട്ടില്ല, ഇതാ കുറച്ച് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം രണ്ടും കൂടെ ഒരേ സ്റ്റെപ്പിൽ നടക്കുള്ളൂ. ഇതാണ് കേട്ടോ മോന് വേണ്ടി സ്പെഷ്യൽ. അവന് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കുഞ്ഞ് ഇത് ഉണ്ടാക്കി വെച്ചു. അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം, കണ്ടില്ലേ? പിന്നെ ഓക്കെ, കുഴപ്പമില്ല. ബാക്കിയൊന്ന് നന്നായിട്ടൊന്ന് അങ്ങനെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി ഇതാണ്ട് വെച്ചിരിക്കുന്നത്. രണ്ടുപേരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇരുന്നോ, പിടിച്ചോ. ഇഷ്ടപ്പെട്ടാ?